ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവത്തെ ധരിക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ ആരാധനാക്രമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് അനുവദിച്ച സമയം വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നത്. റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം നമ്മുടെ ചിന്താവിഷയമാണ് ദൈവത്തെ ധരിക്കുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുകയാണ്. വസ്ത്രം മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. പഴയൊരു പരസ്യം ഇങ്ങനെയാണ്: വസ്ത്രം മനുഷ്യൻ്റെ മാന്യതയെ തെളിയിക്കുന്നു. ഇപ്പോഴത്തെ റേഡിയോയിലൊന്നും കാണാറില്ല. വസ്ത്രം നമ്മുടെ ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നു. ഞാൻ ആരാണ് എന്ന് എൻ്റെ വസ്ത്രം നോക്കി അറിയാം. ഞാനൊരു മെത്രാപ്പോലിത്തയാണെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. എൻ്റെ മട്ടുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് സഭയുടെ കാതോലിക്കയാണെന്ന് ഒറ്റ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബഹുമാനപ്പെട്ട വൈദികരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നവർ വസ്ത്രധാരണം കൊണ്ടാണ്. ഈ സിസ്റ്റേഴ്സ് അവരെ പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ തിരിച്ചറിയുന്നത് അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടാണ്. വാത്സല്യമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പൗലോസ് അപ്പോസ്തലൻ ധരിക്കുക, വസ്ത്രം ധരിക്കുന്ന പോലെ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്തായിരിക്കണം എന്നുള്ളത് ശ്രദ്ധയോടുകൂടെ കാണും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം വസ്ത്രധാരണത്തോടുകൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 59-ാം അധ്യായം 17-ാം വാക്യം ദൈവത്തെ തന്നെ അവതരിപ്പിക്കുന്നത് പ്രത്യേക വസ്ത്രം ധരിച്ചയാളായിട്ടാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായം 17-ാം വാക്യം: അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ദൈവം ധരിച്ച വസ്ത്രം അതാണ്. ദൈവത്തെ തന്നെ അവതരിപ്പിക്കുന്നത് വസ്ത്രത്തോടു കൂടിയാണ്, വസ്ത്രധാരണത്തോടു കൂടിയാണ്. അങ്ങനെയാണ് മനുഷ്യനത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ദൈവം ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് വ്യത്യസ്തമാണ്. അത് നീതിയുടെ കവചം, രക്ഷയുടെ മേലങ്കി, സ്തുതിയുടെ മേലാടം, അതുപോലെ തീഷ്ണതയുടെ മേലാടം. ദൈവം ധരിച്ചിരിക്കുന്ന വസ്ത്രം ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ വെളിവാക്കുന്നു. ദൈവം മാത്രമല്ല, പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് വസ്ത്രധാരണം ഉണ്ടായിരുന്നു. പുരോഹിതന് പ്രത്യേകമായ വസ്ത്രം പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. മുടിയനാൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനും പിതാവാം ദൈവം ഒരു നല്ല വസ്ത്രം അവന് കൊടുത്തു. വസ്ത്രം മാറ്റത്തിൻ്റെ അവസ്ഥയാണ്. വസ്ത്രം നമ്മുടെ ഐഡൻറ്റിറ്റിയെ റിവീലാക്കുന്നതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നാം ചേരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മൊത്തത്തിൽ മാറുന്നു. നമ്മളൊരു പുതിയ വസ്ത്രം ധരിക്കുന്നു. സഭാപിതാവായ മോർ അഫ്രേം തൻ്റെ സുറിയാനി എഴുത്തുകളിൽ ദൈവം ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു വസ്ത്രം ധരിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആരാധനയിൽ പ്രഭയുടെ വസ്ത്രം, മഹത്വത്തിൻ്റെ വസ്ത്രം എന്നൊക്കെ അതിന് പറയാറുണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം ആദമിനെ ധരിപ്പിച്ച വസ്ത്രമാണ് മഹത്വത്തിൻ്റെ വസ്ത്രം. ആ വസ്ത്രം ആദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെടുകയും ഇനി നമ്മൾ ആ വസ്ത്രം ധരിക്കുന്നത് വീണ്ടും കർത്താവിൻ്റെ ഉയർപ്പിലാണ്. നമ്മളതുകൊണ്ടാണ് പാടുന്നത്: ആദാമക്കൾക്കായി റോക്കോദിശാനേദാ വസ്ത്രമുയർപ്പിൽ തോടിടും പുണ്യാത്മാക്കൾ. ആദം ഏദനിൽ നഷ്ടപ്പെടുത്തിയ പ്രഭയുടെ വസ്ത്രം ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മൾ വീണ്ടെടുക്കുകയും
ഉയർപ്പിൻ്റെ അവസരത്തിൽ ഈ വസ്ത്രം നമുക്കായിട്ട് നൽകുകയും ചെയ്യും. ഞാൻ ആമുഖമായിട്ട് ഇത് ഓർപ്പിച്ചത് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നത് വസ്ത്രം പോലെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എത്രയോ ആഴം അതിനുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുവാനായിട്ടാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, വസ്ത്രം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് നമുക്കേവർക്കും സുപരിചിതമായ ഒരു ഗീതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ, നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. വിശ്വസ്ത സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് വിശ്വസ്തതയാണ്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിൽ നാം ആയിച്ചേരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ വരുന്ന ഒരു മാറ്റം വിശ്വസ്തതയാണ്. അതാണ് വിശ്വസ്തമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കുക. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശ്വസ്തതയാണ്. സത്യത്തിൽ വിശ്വസ്തത ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 90 വാക്യത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 119:90. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവത്തെ ധരിക്കുമ്പോൾ വിശ്വസ്ത സഭ, വിശ്വാസമുള്ള ജനസമൂഹം, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ജനസമൂഹമായിട്ട് രൂപാന്തരപ്പെടും. വിശ്വസ്തത ഗലാത്യലേഖനം 5 അധ്യായം 22 വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്ന് വിശ്വസ്തതയാണ്. ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, ആത്മാവ് നമ്മളിൽ നിറയുമ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകുന്നൊരു ഗുണമാണ് വിശ്വസ്തത. ആത്മാവിൻ്റെ ഫലമാണ്. സദൃശ്യവാക്യങ്ങൾ 3 അധ്യായം 3 വാക്യം, ദയയും വിശ്വസ്തതയും നിങ്ങൾ ഒരു നാളും കൈവിടരുത്. വാത്സല്യമുള്ളവരെ, യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെതായ ആ ഗുണം ലഭിക്കുമെന്ന് സഭ മനോഹരമായ ഒരു ഗീതത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നു. വിശ്വസ്തത ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവുള്ള ഒരു കാലഘട്ടങ്ങളാണ്. വിശ്വസ്തത നമ്മൾ 3 തലത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത്. ഒന്ന്, ദൈവത്തോടുള്ളതായ വിശ്വസ്തത. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തനായിരിക്കേണ്ടത് ദൈവത്തോട് ആണ്. നമ്മൾ ഇന്നിവിടെ വന്നതും ഈ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കേണ്ടവനാണ്, ഞാൻ ദൈവത്തോട് വിശ്വസ്തതയുള്ളവനാണ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ വന്നത്. ദൈവം നമുക്ക് നൽകിയതായ കാൽവറിയിലെ യാഗത്തിലെ ആ രക്ഷയോട്, ദൈവസ്നേഹത്തോട് വിശ്വസ്തനായിരിക്കുവാൻ നമ്മളുടെ ആരാധനാഗീതത്തിൽ ഇതൊന്നുകൂടി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്ങനെ വിശ്വസ്തനായിരിക്കാം? ബിംബാരാധയനെ വീഴ്ത്തിയ ദുഷ്ടനഹോ നാശം. എന്നെ ഒത്തിരി ദുഷ്ടന്മാർ കൂടി വലഞ്ഞു, അവരെന്നെ വലഞ്ഞു വെച്ചു,
എന്നിൽ അല്പം ബിംബാരാധനയുടെ സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ സഭ പറയുന്നു, രക്ഷിതയാം ഈശോ സ്തോത്രം, സംരക്ഷയതാം ഞാൻ ധന്യ. എന്നെ കർത്താവിൻ്റെ കാൽവറിയിലെ രക്തമുഖാന്തരം എന്നെ രക്ഷിച്ചതിനാൽ ഞാൻ ഭാഗ്യവതി. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ വിശ്വസ്തയുള്ളവനായിരിക്കുന്നത് ദൈവം എന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിഗ്രഹത്തിൻ്റെ ആരാധനകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തത പാലിക്കുക, അതാണ് ഈ ദൈവത്തെ ധരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ചിന്ത. ദൈവത്തോട് എങ്ങനെ നമുക്ക് വിശ്വസ്തത കാണിക്കാൻ സാധിക്കും? ദൈവ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവ ആരാധനയാണ് വിശ്വസ്തത പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നു. ആരാധനയിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. വിശ്വസ്തത രണ്ടാമത് കാണിക്കേണ്ടത്, ദൈവം ദൈനംദിന ജീവിതത്തിൽ നമ്മളെ വഴി നടത്തുന്നതോർത്ത് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക. ഒന്ന്, ദൈവം നമ്മളെ രക്ഷിച്ചതോർത്ത് ബിംബാരാധനയിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ട് സംരക്ഷയായ സഭയെ ഞാൻ ഭാഗ്യവതി എന്ന് സഭ പറയുന്നു. രണ്ട്, എന്നെ വഴി നടത്തുന്നതായ ദൈവം, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്ന ദൈവം, എനിക്ക് ആരോഗ്യം നൽകുന്ന ദൈവം, എനിക്ക് ആയുസ് നൽകുന്ന ദൈവം, എനിക്ക് സൗഖ്യം നൽകുന്ന ദൈവം, എന്നെ അനുദിനമായി മുന്നോട്ട് ഓരോ അടിയും വയ്ക്കുവാനായി എന്നെ ദൈനംദിനം പോറ്റുന്ന ദൈവത്തോട് നമ്മൾക്ക് വിശ്വസ്തത കാണിക്കുവാൻ സാധിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 103 അധ്യായം 2 വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഞാൻ ദൈവത്തെ ധരിക്കുമ്പോൾ ദൈവം എനിക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസ്തനായിരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മുടെ കുർബാനയ്ക്ക് വരുമ്പോൾ സത്യത്തിൽ ഈ വിശ്വസ്തതയെക്കുറിച്ച് ആദ്യം ഏറ്റു പറഞ്ഞിട്ടാണ് ആ കുർബാന ആരംഭിക്കുന്നത്. അങ്ങനെ പറയുന്നവർ ശ്രേഷ്ഠ ബാബ അർപ്പിച്ചതുപോലെ ആദ്യം പള്ളിയിൽ വരുന്നവരായിരിക്കും. പണ്ടൊക്കെ അത് ആളുകൾ ഉറക്കെ ചെല്ലുമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ പകുതിയെ ആളുകൾ ചെല്ലുന്നുള്ളൂ. ആ പാട്ടിങ്ങനെയാണ്, എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനെ, എത്ര നിറഞ്ഞെങ്ങും കാണുന്നു നിന്ദാനം. കർത്താവേ, എന്നും ഞാൻ നിനക്ക് സ്തുതി പാടും. നിന്റെ ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുവല്ലോ. ഇന്ന് ഞാൻ ഈ പള്ളിയിൽ വന്നത് ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. തമ്മിത്തല്ലുണ്ടാക്കുവാനോ, പള്ളിയിലെ കൈസ്ഥാനങ്ങൾ പിടിക്കുവാനോ, പാനകളുണ്ടാക്കി വിജയം വരിക്കുവാനല്ല. ഞാൻ ഇന്ന് ഈ പള്ളിയിൽ വന്നത് ഒറ്റ കാര്യം, എന്നും നിനക്ക് സ്തുതി അർപ്പിക്കുന്നതിന്. നീ എന്നെ അനുദിനമായി വഴി നടത്തുന്നത് കൊണ്ട്, എത്ര നന്മകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എത്ര മനോഹരമാണ് നമ്മുടെ ആരാധന. ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും പള്ളിയിൽ വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വെളിവ് കുറഞ്ഞ ഈശോ മുതലേ പാടുന്നുള്ളൂ. നന്ദി നമ്മൾ സാവധാനം ഒഴിവാക്കി. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയക്കുറവ് കൊണ്ടാണ് അതെല്ലാം അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ പള്ളിയിൽ വന്ന്, നമ്മുടെ കാർന്നോന്മാർ നീട്ടിപ്പാടിയ പാട്ടിതാണ്, എന്നും സ്തുതി നിൻ കനിവിന് കനിവേറും. കർത്താവേ, നീ എന്നെ വഴി നടത്തുന്ന ഓരോ ദിവസത്തെയോ നിന്നെ സ്തുതിക്കുവാനിടയാകട്ടെ. ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. ദൈവത്തോട് വിശ്വസ്തതയാണ് നമ്മൾ ധരിക്കേണ്ടത്. ആ വിശ്വസ്തത ദൈവത്തോടാണ് ആദ്യമായി കാണിക്കേണ്ടത്. രണ്ട്, ദൈവം നടത്തുന്നതായ ആ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്, ഒരു മനുഷ്യൻ വിശ്വസ്തത കാണിക്കേണ്ടത് തൻ്റെ കുടുംബത്തോടാണ്.
ദൈവത്തോട് മാത്രം വിശ്വസ്തത കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. വിശ്വസ്തതയ്ക്ക് മറ്റൊരു മാനം കൂടിയുണ്ട്. നമ്മൾ മനുഷ്യരിലേക്ക് തിരിയണം. മഹാനായ സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് തൻ്റെ ഒരു എഴുത്തിൽ പറഞ്ഞു, ടു ബി എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അടുത്ത സ്നേഹിതനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബിക്കം ദ ഫ്രണ്ട്സ് ഓഫ് യുവർ ഫെല്ലോ ബീയിങ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾ മനുഷ്യരുമായി എന്തോരം ഫ്രണ്ട്ഷിപ്പുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരോട് നിങ്ങൾ എത്ര അടുത്ത് പഴകുന്നു, മനുഷ്യരെ എത്ര നിങ്ങൾ സ്നേഹിക്കുന്നു. ദൈവത്തോട് വിശ്വസ്തത കാണിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യ, നീ മനുഷ്യരോട് വിശ്വസ്തത കാണിക്കുവാൻ മറന്നു പോകരുത്. ഇതാണ് നമ്മൾ ധരിക്കേണ്ടത്. മനുഷ്യൻ വിശ്വസ്തത കാണിക്കേണ്ട ഒന്നാമത്തെ മേഖല അവൻ്റെ കുടുംബജീവിതമാണ്. ഒത്തിരി അവിശ്വസ്തതയുടെ കാലഘട്ടങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വസ്തത നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ പട്ടക്കാര് കല്യാണത്തിന് വിവാഹമോതിരം വധുവരന്മാരെ അണിയിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. ഇവരുടെ ജീവിതം സമ്പൂർണ്ണമാകുന്നത് ഇവർ വിശ്വസ്തതയുള്ളതായ ഒരു ജീവിതം നയിക്കുമ്പോൾ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വിശ്വസ്തതയുള്ളവരാണ് ദൈവത്തെ ധരിക്കുന്നവർ. സഭ അങ്ങനെ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് 2 പവൻ്റെ മോതിരം ഇട്ടുകൊണ്ട് പട്ടക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്: ഈ ചെറുക്കനും പെണ്ണും ഇപ്പോൾ ഇടുന്ന മോതിരം നീതിയാകുന്ന മോതിരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പരിണമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തോട് വിശ്വസ്തത കാണിക്കുവാൻ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വിശ്വസ്തത കാണിക്കുവാൻ നമ്മുടെ സമൂഹം മറന്നു പോകാതെ ദൈവമക്കളെ നിങ്ങളതിനായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. പഠനങ്ങൾ തെളിയിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ അവിശ്വാസതയുടെയും വിശ്വാസക്കുറവിൻ്റെയും കാരണങ്ങളിൽ പലതിൽ ഒന്നായിട്ട് ഫേസ്ബുക്കുകളും വാട്സപ്പുകളും കടന്നു വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടുത്ത കാലത്ത് 2-3 പഠനങ്ങൾ തെളിയിക്കുന്നത് വിവാഹമോചനങ്ങളുടെ പല കാരണങ്ങളിൽ ഒന്ന് ഫേസ്ബുക്കുകളുടെയും വാട്സപ്പുകളുടെയും നിയന്ത്രണമില്ലാത്ത ഉപയോഗം. രാത്രി 11-12 മണിക്കും ഫേസ്ബുക്കിൽ കയറിയിരുന്ന ഭർത്താവ് അറിയാതെ മെസ്സേജ് അയക്കുന്നവർ, പാതിരാത്രി ഭാര്യ അറിയാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ. വിശ്വസ്തത ദൈവത്തെ ധരിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഈ അടുത്ത കാലത്തൊരു തമാശ കേൾക്കാനിടയായി. ഭാര്യ ഓഫീസിൽ നിന്ന് ഭർത്താവിന് വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു: എന്താ മനുഷ്യ, നിങ്ങൾ ഇതുവരെയും വരാത്തത്? ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം വിളമ്പിക്കൊട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ഒരു മെസ്സേജ് അയച്ചു: മഞ്ജു ഉണ്ട്, അതുകൊണ്ട് അല്പം താമസിക്കുമെന്ന് പറഞ്ഞു. ഭാര്യ പെട്ടെന്ന് ഭർത്താവിനെ അവിശ്വസിച്ചു. ഇവിടുന്ന് പോകുമ്പോൾ മഞ്ജു ഉണ്ടായിരുന്നില്ല, അവൾ ഏതാണ്? ഓഫീസിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു മഞ്ജു ഉള്ളത് കൊണ്ട് അല്പം താമസിച്ചാണ് ഭർത്താവ് വരുവുള്ളൂ. ഒത്തിരി ടെൻഷനായി, ചൂടായി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, മഞ്ജു എന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ മഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. മഞ്ഞുള്ളത് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, മഞ്ഞുള്ളത് കൊണ്ട് ഡ്രൈവ് അല്പം താമസം, മഞ്ഞ് മാറിയിട്ട് വരാം. ഭാര്യ ധരിച്ചു മഞ്ജു ഉള്ളത് കൊണ്ടാണ് ഭർത്താവ് വരാത്തത്. ഒത്തിരി അവിശ്വസ്തതയുടെ മേഖലകൾ ഈ നവമാധ്യമങ്ങളിൽ മനുഷ്യർ കടന്നു വരുന്നു. ഇതെല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മെസ്സേജുകൾ ലോകങ്ങൾ കാണുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ്, ഈ കൺവെൻഷൻ കാണുന്നത്. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. പഠനങ്ങൾ തെളിയിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാർ, കുടുംബമുള്ളവർ പ്രൊഫൈൽ പിക്ചർ ഇടുമ്പോൾ കുടുംബത്തോടുകൂടെ പ്രൊഫൈൽ ഇടുന്നതായിരിക്കും നല്ലത്. ഭർത്താവും ഭാര്യയും ഒന്നിച്ച് നിൽക്കുന്നതായ ഒരു പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ തന്നെ മെസ്സേജിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ ഒന്ന് മാറിയിരിക്കും. ഒറ്റയ്ക്ക് ഇട്ട മെസ്സേജിലേക്ക് പ്രൊഫൈൽ കാണുമ്പോൾ മെസ്സേജിയുടെ ഡയമെൻഷൻ സ്വല്പം വ്യത്യാസം വന്നിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവർ, വിശ്വസ്തത നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കുവാൻ സാധിക്കട്ടെ. ആധുനിക കാലഘട്ടത്തിൽ ഒത്തിരി മേഖലകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കട്ടെ. രണ്ടാമത് വിശ്വസ്തരായിരിക്കേണ്ടത് നമ്മുടെ സഭയോടാണ്. നിങ്ങളിന്ന് ഈ കൺവെൻഷൻ വന്നത് ഈ സഭയെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. ഒരുപക്ഷെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല,
നിങ്ങളുടെ സാന്നിധ്യം ഈ സഭയ്ക്കൊരു ഐശ്വര്യമാണ്. നിങ്ങൾ ഈ പന്തലിൽ വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ സഭയ്ക്കൊരു ഐശ്വര്യമാണ്. നിങ്ങൾ വന്നതിൽ പല കാരണങ്ങൾ. ഒന്ന്, നിങ്ങൾ ഈ സഭയെ സ്നേഹിക്കുന്നു. മറ്റെവിടെയൊക്കെയോ നിങ്ങൾക്ക് പോകാമായിരുന്നു, മറ്റ് സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സുവിശേഷങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഒത്തിരി ത്യാഗം സഹിച്ച് നിങ്ങൾ വളർത്തിയ സഭയോടുള്ള കൂറ് പുലർത്തുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. സഭയോട് വിശ്വസ്ത പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 1 തീമോത്തിയോസ് 3:15 സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായ സഭ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സഭ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ സഭയോട് വിശ്വസ്ത കാണിച്ചവനാണ്. അവനിങ്ങനെ പറയുന്നു, 1 തീമോത്തിയോസ് 3:15 സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ സഭ. കൊലോസ്യർ 1:24 ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കുറവ് സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ഞാൻ പൂർത്തീകരിക്കുന്നു. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ എത്രയോ വിശ്വസ്തനായിരുന്നു. സഭയോടുള്ള വിശ്വസ്തത നിങ്ങൾ വിട്ടുപോകരുത്. ഞാനിത് കൺവെൻഷൻ പന്തലിൽ പറയുവാൻ കാരണം ഒത്തിരി വെല്ലുവിളികളുടെ മധ്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഒത്തിരി ആളുകൾ നമ്മളെ മോഷ്ടിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. വാഗ്ദാനങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, സാമ്പത്തിക സഹായങ്ങളുണ്ട്, വിദേശത്ത് ജോലി സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്. നിങ്ങളേതൊരു സാഹചര്യത്തിലും സഭയെ വിട്ടു പോകാനായിടയാകരുത്. നിങ്ങളെ വിളിച്ച വിളിയേക്ക് ആ സത്യത്തിൻ്റെ തൂണും കാര്യസ്ഥനുമായ സഭയോട് വിശ്വസ്ത പാലിക്കുവാൻ സാധിക്കട്ടെ. മൂന്നാമത്തെ വിശ്വസ്തത നമ്മുടെ സമൂഹത്തോടാണ്. നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒത്തിരി കറപ്ഷൻ്റെ, അഴിമതിയുടെയും സാമ്പത്തിക അരാജകത്വത്തിൻ്റെയും സാമ്പത്തിക സുതാര്യമില്ലായ്മയുടെയും ഒരു കാലഘട്ടത്തിൽ, കോടികളുടെ അഴിമതിയുള്ള കാലത്തിൽ സാമ്പത്തികമായ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ സംഗതിയായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. സാമ്പത്തിക മേഖലകളിൽ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, ഞാനൊരു മേൽപ്പട്ടക്കാരനായിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ, പട്ടക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഓരോരും വിളിക്കപ്പെട്ട അവസ്ഥയിൽ ഈ സമൂഹത്തിനോട് വിശ്വസ്തരായിരിക്കാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ടി വിയിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുന്ന വിഷയമാണ് പച്ചക്കറിയിലെയും മീനിലെയും മാരകമായ വിഷം. ടി വിയിൽ അതിനെക്കുറിച്ച് ഒത്തിരി ചാനലിൽ കാണാനിടയായിട്ടുണ്ട്. അതായത് മീനിലേക്ക് ചേർക്കുന്ന ആ നല്ല സാധനം, നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമുള്ള സാധനമാണ് അവർ ചേർത്ത് വിടുന്നത്. എന്തുകൊണ്ടാണ് മലയാളി ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നത്? ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നും കാണാത്തൊരു സംഗതിയാണ്. ഭക്ഷണത്തിലും മരുന്നിലും വിഷം ചേർക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വസ്തത എന്താണ്? ഒരു സമൂഹത്തെ മുഴുവനും വിഷലിപ്തമാക്കുവാൻ നമ്മുടെ മനസ്സെത്രയോ മുരടിച്ചിരിക്കുന്നു. നമ്മൾ നടുന്നതായ പച്ചക്കറിയിൽ മാരകമായ വിഷം ചേർത്ത് കൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ഒരാൾ പറയുകയുണ്ടായി, നമുക്ക് ഹോസ്പിറ്റലുകളോ മെഡിക്കൽ കോളേജുകളോ ക്യാൻസർ സെൻ്ററുകളോ അല്ല വേണ്ടത്, അത് മനുഷ്യനുണ്ടാക്കുന്ന അടിസ്ഥാന മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് മാറ്റം വരേണ്ടത്. നമ്മൾ മെഡിക്കൽ കോളേജുകൾ പണിയുന്നുണ്ട്, ക്യാൻസർ സെൻ്ററുകൾ പണിയുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ വിശ്വസ്തതയില്ലാത്ത ഒന്ന് ജീവിതമാണ്. മറ്റുള്ളവരിൽ നിന്ന് അവൻ്റെ ജീവനെ അപകടത്തിൽപ്പെടുത്തി ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ടി വിയിൽ ഞാൻ കണ്ടു. വെളിച്ചെണ്ണ ചേർക്കുന്ന സാധനം, അതിനുശേഷം വെളിച്ചെണ്ണ മേത്ത് പോലും തേക്കുന്നതിന് എനിക്ക് മടിയാണ്. പപ്പടം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പെട്രോളിയം പ്രോഡക്റ്റ് ചേർക്കേണ്ടെന്ന് കണ്ടു. അതാണ് ഈ അടുത്ത കാലത്ത് പപ്പടത്തിന് ഒട്ടും രുചിയില്ല, പഴയ കാലത്തെ പപ്പടം പോലെ ഇല്ല. എന്തുകൊണ്ടാണ് മലയാളി ഇങ്ങനെ ചെയ്യുന്നത്? രണ്ടാമത് നമ്മൾ കാണുന്ന മലയാളി വീട്ടിലെ എല്ലാ വേസ്റ്റുകളും കാറിൽ കയറ്റി റോഡിൻ്റെ അരികിൽ സന്തോഷത്തോടെ ഇട്ടിട്ട് പോകും. ഇവിടുന്ന് പട്ടിമരത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമില്ല, ഇവിടെ ബോർഡ് എഴുതുന്നില്ല, ഇവിടെ മാലിന്യം എഴുതുന്നവനെ കായികമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അവിടെ ആരും പെടുന്നില്ല. ആ ബോർഡ് വന്നതിന് ശേഷം 2-3 ക്യാമറകൾ വെച്ചിട്ടുണ്ട്.
കായികമായിട്ട് കുറച്ച് പേരെ കൈകാര്യം ചെയ്യുമ്പോൾ നിർത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് നമ്മൾ റോഡരിയിലേക്ക് മാലിന്യങ്ങൾ വരച്ചത്? ഒരുപക്ഷെ നമ്മുടെ സുവിശേഷ യോഗങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങളാണ്. അതാണ് സഭയുടെ പ്രത്യേകത. നിങ്ങൾ യേശു ക്രിസ്തുവിലാകുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കും. നിങ്ങളുടെ ഫ്ലാറ്റിലെ, നിങ്ങളുടെ വീടിലെ, നിങ്ങളുടെ അടുക്കളയിലെ ഉച്ഛിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ വീടിൻ്റെ വാതിക്കൽ രാത്രിയിൽ ആരുമറിയാതെ മനോഹരമായ കാറിൽ കയറ്റി കൊണ്ട് ഇട്ടിട്ട് പോവുകയും പിന്നീട് അത് സമൂഹത്തിലൊത്തിരി വ്യത്യാസങ്ങൾ വരുത്താനിടയായിത്തീരും. ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. വിശ്വസ്തത സഭയെ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഗുണമാണ്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഗുണം ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസ്ത സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട. നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്, ഭയമില്ല. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് ഭയമില്ല. ഫിയർലെസ്നെസ്, ഭയമില്ലാതിരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഏറ്റവും വലിയ ഗുണമാണ്. സത്യത്തിൽ ഭയം മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ഗുണമാണ്, ആ അടിസ്ഥാന സ്വഭാവമാണ്. അത് പൂർണ്ണമായിട്ടും ഞാൻ പ്രസംഗിച്ചാലും ഇങ്ങനെ ഒരു പാട്ട് പാടിയാലും ഒന്നും പൂർണ്ണമായിട്ട് മനുഷ്യന് പോകാൻ സാധിക്കില്ല. എന്നാൽ ഭയത്തെ മനുഷ്യന് കീഴടക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഗുണം ഭയമില്ലായ്മയാണ്. ഭയം എന്താണ്? അപ്രിഹെൻഷൻ ഓഫ് ഇംപെൻഡിങ് ഡേഞ്ചർ. ഭയത്തെക്കുറിച്ചുള്ളൊരു നിർവചനം എങ്ങനെയാണ്? അപ്രിഹെൻഷൻ ഓഫ് ഇംപെൻഡിങ് ഡേഞ്ചർ, വരാനിരിക്കുന്ന എന്തോ അപകടത്തെക്കുറിച്ചുള്ള ഒരു വല്ലാത്ത ആകുലതയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അപകടങ്ങൾ ദൈവമില്ലാതാക്കാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഠനങ്ങൾ തെളിയിക്കുന്നത് 365 പ്രാവശ്യത്തിലധികമായിട്ട് ഭയപ്പെടേണ്ട എന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഈ വാക്ക് 365 പ്രാവശ്യം ദൈവം മനുഷ്യനിലേക്ക് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ സഭ നൽകുന്ന സന്ദേശം, നീ വിശ്വസ്തനായിരിക്കും, നിനക്ക് ഭയം ഉണ്ടാകുകയില്ല. യേശു ക്രിസ്തുവിനെ ധരിച്ചു